വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റനായ. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഖലീഫ പാർക്കിലാണ്. അപ്പം ഞാൻ ട്രാവൽ ചെയ്യാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളതും പ്ലസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്പേസ് നോക്കിയപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്ലേസ് കിട്ടിയിരിക്കുകയാണ്. ദറ്റ് ഈസ് ഖലീഫ പാർക്ക്. ഞാനിവിടെ ഒരു 25-50 ദിറംസ് ഒക്കെയാണ് എൻട്രി ടിക്കറ്റ് പ്രതീക്ഷിച്ചത്. പക്ഷേ 2 ദിറംസ് ആണ് എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അബുദാബിയിൽ നിന്ന് വളരെ അടുത്താണ് ഈ ഖലീഫ പാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ശാന്തതയും പ്രകൃതി ഭംഗിയും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ജോയിൻ വിത്ത് മീ. സൂപ്പർ ആംബിയൻസ്, നമുക്ക് നല്ല റിഫ്രഷ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്പേസ് ആണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിരുന്നാൽ വലിയ തിരക്കൊന്നുമില്ല. സാധാരണ നമ്മളൊരു പാർക്കിൽ ചെന്ന് കഴിഞ്ഞിരുന്നാൽ അവിടെ ചെന്ന് ഇരിക്കാനോ ഒന്നും ഒരു സ്പേസ് കിട്ടത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത്രയും ശൂന്യത ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ച് ആൾക്കാർ കുറഞ്ഞിരുന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇതൊരു പൂച്ചക്കുഞ്ഞിനെ പോലും ഇവിടെ കാണാനായിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് എന്താ, നമ്മൾ ജസ്റ്റ് എൻജോയ് ചെയ്യാം അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ഈ ഏരിയ ഒക്കെ ഒന്ന് കവർ ചെയ്ത് കാണട്ടെ കേട്ടോ. ഇതിവിടെ റെയിൽ സർവീസ് ഉള്ളതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടെമ്പററി ആയിട്ട് എന്തോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അതോ ഇനി വൈകിട്ടാണോ ഇത് ഫങ്ഷൻ ചെയ്യുന്നതെന്നോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മളിപ്പോൾ പകലാണ് വന്നിരിക്കുന്നത്. റെയിൽ സർവീസ് ഒക്കെ ഉള്ള പാർക്കാണ്. പിന്നെ അതേ ഒരു അറബിക് കപ്പിൾസ് അവിടെ നടന്നു വരുന്നുണ്ട്. അപ്പം നമുക്കിനി അങ്ങോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണാം. യെസ്, ഇതൊക്കെ ഈ പാർക്കിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയകളാണ് കേട്ടോ ഇതെല്ലാം. അങ്ങോട്ടൊരു വാട്ടർ ഫൗണ്ടൻ ഒക്കെ ഉണ്ട്. ഇതിനെന്തോ ചേട്ടാ പറയുന്നേ, ഇതിനെന്തോ പറയുന്നത് എനിക്കറിയില്ല എന്തോ പറയുന്നതെന്ന്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതല്ല, അത് ബെഞ്ച് അതല്ല, നല്ല ഈ കാണുന്നത് ഇതെന്താ സംഭവം? തൂണ് പിള്ളേർ. ഓക്കെ, അപ്പോൾ ഇത് അടിപൊളി. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. സൂപ്പർ കേട്ടോ, നല്ല രസമാണ്. എനിക്ക് ഇങ്ങനെയുള്ള ഏരിയ ഒക്കെ കാണാനും വരാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ കാണിച്ച ആ ഒരു ബ്രൗൺ തൂണൊക്കെ ഉള്ള സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് നിൽക്കുവാണ് ഞാനിപ്പോൾ. ഇത് കാണുമ്പോൾ സത്യം പറയുന്നത് നമ്മുടെ ശംഖുമുഖം ബീച്ചിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഇങ്ങനെ ഒരു സെറ്റിംഗ് ഒക്കെ ഉണ്ട്. ആ ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഇവിടുത്തെ അബുദാബിയുടെ ഇപ്പോഴത്തെ ആ ഒരു ക്ലൈമറ്റ് ഒക്കെ വെച്ചിട്ട് സൂപ്പർ. നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആണെന്ന് ഞാൻ പറയും. കുറച്ച് ശാന്തതയും സമാധാനവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ പ്ലേസ് സജസ്റ്റ് ചെയ്യാം. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വന്ന്. ഞാൻ 2 ദിറംസിന് ആക്ച്വലി ഇത് വേർത്താണല്ലേ, നല്ല ഇതാണ്. 2 ദിറംസിന് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇനി ഒന്നും ഇല്ല എന്താണെന്ന് വിചാരിച്ചു. ഇത്രയും റേറ്റ് ഒക്കെ കുറച്ച് പറഞ്ഞപ്പോൾ സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ വന്ന് ഈവനിങ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഒന്നും കൂടെ ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ വേറൊരു ആംബിയൻസ് ആയിരിക്കും. എനിക്ക് പിന്നെ കൂടുതലും മിക്ക സ്ഥലവും എനിക്ക് പകൽ പോയി വിസിറ്റ് ചെയ്യാനാണ് ഇഷ്ടം. എന്നാൽ ചോദിക്കുക രാത്രി മാലക്കണ്ണാണോ എന്ന്, അതുകൊണ്ടല്ല. എനിക്ക് പകൽ കാണാനാണ് കുറച്ചും കൂടെ ഇഷ്ടം സ്ഥലങ്ങളൊക്കെ. പിന്നെ ഇവിടെ ആകാശമൊക്കെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. മേളിലൊരു പ്ലെയിൻ പോകുന്നു. കാണാമോ ഗൈസ്, കാണാമോ? ടാറ്റാ. ചൊട്ടയിലെ ശീലം ചുടല വരെ എപ്പോഴും മാറ്റമൊന്നുമില്ല അതിന്. പണ്ട് ഞാൻ പ്ലെയിനൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ടാറ്റ അടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും അതിന് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ എന്താ ഇനി ഈ സ്ഥലത്തെ പറ്റി കൂടുതൽ ഞാൻ പറയേണ്ടത്, നിങ്ങൾ വന്ന് തന്നെ കാണണം കേട്ടോ. ഇവിടെ ഇരിക്കാനൊക്കെ ബെഞ്ചുണ്ട്. പിന്നെ ഫുഡൊക്കെ അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കാം, ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ്
സൂപ്പർ. ഇനിയിപ്പോ എന്താണ് നമ്മള് ഈ റീൽസ് ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഒരു നേച്ചർ ബ്യൂട്ടിയൊക്കെ മാക്സിമം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ദുബായ് മിറാക്കിൾ ഗാർഡൻ പോലെ വരുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഒരു സ്ഥലവും ഇതൊക്കെ. ഞാൻ 1-2 റീൽസ് ഒക്കെ എടുത്തു. അപ്പോൾ റീൽസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു ഗ്രീനറി ഒക്കെ മാക്സിമം കവർ ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. പ്രത്യേകിച്ച് 2 dirhams ആണ്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ 2 dirhamsന് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഏരിയ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. വെരി നൈസ്, ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. അപ്പം ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യാണ് കേട്ടോ നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ വന്ന് കാണാനായിട്ട്. നല്ല രസമുണ്ട്. എന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും ഗ്രീനാണ് കേട്ടോ, എവിടെ നോക്കിയാലും ഗ്രീനാണ്. പിന്നെ ആ ഒരു സ്കൈയുടെ ബ്ലൂ കളറൊക്കെ ഇങ്ങോട്ടിങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ തോന്നും. പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിൽ നമുക്കിപ്പോൾ ഇവിടുത്തെ അബുദാബിയിൽ, ദുബായിൽ, UAE-യിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന്. ഭയങ്കര ഉച്ച സമയത്താണെങ്കിൽ ഒരു തണുത്ത കാറ്റ് വീശുന്ന ടൈമാണ്. അത് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സമയത്ത്. ഇത് ആക്ച്വലി ഇത് നമ്മുടെ നാട്ടില് നമ്മൾ കൊളവാഴ എന്ന് പറയും. കൊളവാഴയാണ് ഈ നിൽക്കുന്നത്. അത്രയും സൂപ്പർ കേട്ടോ, അടിപൊളി. വൈകിട്ട് വരുമ്പോ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. സൂപ്പറായിട്ടുണ്ട്. ഇതൊക്കെ ഈ മാനേജ് ചെയ്യുന്ന സിസ്റ്റം വി ഷുഡ് റിയലി അപ്രീഷിയേറ്റ് ദ വേ ദേ മാനേജ് ഓൾസോ. ചൂടായാലും തണുപ്പായാലും ഇതൊക്കെ ഇതേപോലെ മാനേജ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഇവിടത്തെയൊക്കെ ഒരു ചൂട് സമയം വരുമ്പോൾ ഉണ്ടല്ലോ, വി ഷുഡ് റിയലി അപ്രീഷിയേറ്റ്. സൂപ്പർ. യെസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് അബുദാബിയിലെ ഖലീഫ പാർക്കാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആണെന്ന് ഞാൻ പറയും. കാരണം അത്യാവശ്യം ശാന്തതയും നേച്ചർ ബ്യൂട്ടിയും എല്ലാം ഉള്ള ഒരു പ്ലേസ് ആണ്. എല്ലാത്തിനും ഉപരി വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇതിലും അപ്പുറം ഇനി സ്വപ്നങ്ങളിൽ മാത്രം എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത്രയ്ക്ക് നല്ല ഒരു സൂപ്പർ സ്പോട്ടാണ്. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ ഇവിടെ വരിക, വന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ ബൈ.